അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് നമ്മുടെ പള്ളികളിൽ വെള്ളിയാഴ്ച ഓതുന്ന നുബാത്തിയ ഖുത്ബയുടെ ആശയമാണ്. ദുൽഖഅദ് മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച കേരളത്തിലെ മിക്കവാറും സുന്നി പള്ളികളിൽ നുബാത്തിയ ഖുത്ബയായതുകൊണ്ടാണ് അതിൻ്റെ ആശയം ഇവിടെ വിശദീകരിക്കുന്നത്. സൃഷ്ടികളുടെ സംരക്ഷകനും തെറ്റ് ചെയ്തവരെ പിടികൂടുന്നവനുമായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. സുഖജീവിതത്തിൻ്റെ സ്ഥിരത നൽകുന്ന വിധമുള്ള ഗുണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ കുടുംബത്തിലും അള്ളാഹു വർഷിക്കട്ടെ. ജനങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ഭക്തിയോടെ ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു. താടികളിലെയും തലകളിലെയും ഇരുണ്ട രാത്രിയിൽ കറുപ്പിൽ നരയാകുന്ന പകൽ പ്രകാശിക്കുന്നത് കൂർമ്മ ബുദ്ധിയുള്ളവൻ്റെ അടുക്കൽ ശക്തിയുടെ തകർച്ചയെയും ആത്മാക്കളെ തടയലിനെയും യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. നര ഒരു പ്രഭാതമാണ്, അതിനുശേഷം രാത്രി, അതായത് കറുക്കൽ പ്രതീക്ഷിക്കാവതല്ല. അത് ഒരു നശിപ്പിക്കലുമാണ്. അതിൽ നിന്നും അഭയകേന്ദ്രമോ രക്ഷാസ്ഥാനമോ ഇല്ല. ആതിഥേയൻ്റെ, അതായത് സൽക്കരിക്കുന്നവൻ്റെ വെറുപ്പോടെ ക്ഷണിക്കാതെ വരുന്ന ഒരു വിരുന്നുകാരനാണ് നര. അത് ജീവിതത്തെ വേർപെടുത്തുന്ന വാളും ജീവൻ്റെ അസ്തമയത്തിന് വേണ്ടി പരന്നു കിടക്കുന്ന ഒരു പ്രകാശവുമാണ്. ദ്രവിച്ച എല്ലുകൾ കിടക്കുന്ന സ്ഥലം, ഖബർ വരെ വ്യക്തികളോട് കൂടെ അത് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പാപങ്ങളുടെ തീ കൊണ്ട് നിങ്ങളുടെ നരയുടെ പ്രകാശത്തെ, അഥവാ നരബാധിച്ച് ജീവിക്കുന്ന കാലത്തെ നിങ്ങൾ കരിച്ചു കളയരുത്. അനന്തര ഫലങ്ങളിലെ വിപത്തുകളെ നിങ്ങളുടെ ഹൃദയങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ നോക്കുക. എങ്കിൽ നിങ്ങളിൽ മറഞ്ഞുകിടക്കുന്ന കുറവുകൾ നിങ്ങൾക്ക് വ്യക്തമാകും. നരയിൽ നിന്നും നിങ്ങൾ വെറുക്കുന്നത് നിങ്ങൾക്ക് ഇറങ്ങിയ പോലെ മരണവും നിങ്ങളിൽ ഇറങ്ങുന്നതാണ്. നിങ്ങൾ ബോധമുള്ളവരാകുന്നില്ലേ? അറിയുക, നര ജീവിതത്തിൻ്റെ അതിർത്തി പ്രകാശമാണ്, അതിർത്തി പ്രദേശമാണ്. അതിനെ അടച്ചു കളയാൻ അത് മനുഷ്യനെ അനുവദിക്കില്ല. രൂപത്തിൻ്റെ തകർച്ചയുമാണ്, അതിൻ്റെ കേട് തീർക്കാൻ കാലത്തിന് കഴിയില്ല. വൃദ്ധന്മാരുടെ സമൂഹമേ, കൃഷി വെള്ള നിറമായാൽ പിന്നെ കൊയ്തെടുക്കലല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ? മധ്യവയസ്കരായ കൂട്ടരെ, പഴങ്ങളിൽ നിന്നും മധ്യപ്രായമെത്തിയതിന് മുറിച്ചെടുക്കൽ അടുത്തിരിക്കുന്നു. യുവസമൂഹമേ, എത്രയെത്ര കൃഷികളെയാണ് വെട്ടുകിളിയും ചെള്ളും മൂപ്പെത്തുന്നതിന് മുമ്പ് നശിപ്പിക്കുന്നത്. മേൽപ്പറയപ്പെട്ടവ നാശം നിർബന്ധമാണെന്നതിന് വിപത്തുകൾ നൽകുന്ന വ്യാഖ്യാനമാണ്. ശരീരങ്ങളിൽ അവയുടെ അടയാളങ്ങൾ എടുപ്പിൽ പൊളിയലിൻ്റെ അടയാളങ്ങൾ പോലെയാണ്. ദുനിയാവിൽ ഒരാളുടെ ആരോഗ്യം തന്നെ രോഗമായവൻ്റെ ശേഷിപ്പ് എത്രമാത്രമാണ്. ജീവിതത്തിൽ നിന്നും അവന് ലഭിക്കുന്ന യുദ്ധം മുതൽ അവൻ്റെ ഇല്ലായ്മയാണ്.
ദുനിയാവിലെ അവൻ്റെ താമസം തന്നെ യാത്രയാണ്. ദുനിയാവിൻ്റെ ഇളകി മറിയലാൽ അവൻ്റെ ദിവസങ്ങൾ തന്നെ ഗുണപാഠങ്ങളാണ്. ദുനിയാവിൻ്റെ നിർമ്മിക്കൽ പരലോകത്ത് അവനെ പാപ്പരാക്കി കളയും. അത് അവനിലേക്ക് അടുപ്പിക്കുന്നത് എത്ര അകന്നതാണ്, അത് അവനിൽ നിന്നും അകറ്റി നിർത്തുന്നത് എത്ര അടുത്തതാണ്. പ്രതീക്ഷ മുറിയുന്നതിനും തന്ത്രങ്ങൾ തടയപ്പെടുന്നതിനും അവധി എത്തുന്നതിനും മുമ്പ് പ്രവർത്തനത്തിൻ്റെ തുടർച്ച നിലനിർത്തിയവന് സ്വാഗതം. അത്ഭുതമേ, ഭക്ഷണം അഥവാ സൽക്കർമ്മം ശേഖരിക്കാൻ കൽപ്പിക്കപ്പെട്ടവൻ്റെ യാത്ര അടുത്തിരിക്കുന്നു. അവൻ്റെ മുമ്പിൽ പോയവർ അഥവാ മരിച്ചവർ അവനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. പക്ഷേ അവനെ ഭയപ്പെടുത്തുന്ന യാത്രയ്ക്ക് വേണ്ട ഒരുക്കത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നവനാണ്. മരണം അവനെ ചിന്തിക്കില്ലെന്ന യാഥാർത്ഥ്യം അറിയുന്നവനായിരിക്കെ, അവനെ തടഞ്ഞു നിർത്തുന്ന മരണത്തിൽ നിന്ന് ഒഴിവില്ലെന്ന് അറിയുന്നവനായിരിക്കെ, അവനെ മറച്ചു കളയുന്ന ഖബറിൽ നിന്നും, അവൻ വെറുക്കുന്ന സ്ഥലത്തിൽ നിന്നും, അവന് പുനർജന്മം നൽകുന്ന അട്ടഹാസത്തിൽ അഥവാ ഇസ്രാഫീലിൻ്റെ ഊത്തിൽ നിന്നും, അവൻ എത്തിക്കപ്പെടുന്ന സ്ഥലത്തിൽ അഥവാ മഹ്ശറയിൽ നിന്നും, അവന് മാപ്പ് നൽകാത്ത ഒരുവൻ്റെ അള്ളാഹുവിൻ്റെ മുന്നിടലിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് ശരിക്കും അറിയുന്നവനായിരിക്കെ അവൻ സൽക്കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നു. ശക്തിയില്ലാതാകുന്നതിനും കാലം തീരുന്നതിനും ഒരുക്കം തകരുന്നതിനും മരണത്തിൻ്റെ പ്രയാസം തിരക്കി കയറുന്നതിനും വിയർപ്പ് ഒലിക്കുന്നതിനും മുമ്പ് അവയവങ്ങൾ ഉപയോഗശൂന്യമാകുന്നതിനും വിധിയുടെ മൈതാനം ഇടുങ്ങുന്നതിനും വിധിയുടെ നിർബന്ധിതാവസ്ഥ വന്നതിനാൽ മനസ്സിലെ ഇരുളിൻ്റെയും ക്ഷീണത്തിൻ്റെയും പരിഭ്രമം വരുന്നതിന് മുമ്പ് പരലോകത്തെ മുഖ്യമായി കാണുകയും അതിന് വേണ്ട സൽക്കർമ്മം ചെയ്തു വെക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ. അവൻ അള്ളാഹുവിനെ അനുസരിച്ചിട്ടുണ്ട്, അവൻ്റെ ഇച്ഛയോട് സമരം ചെയ്തിട്ടുണ്ട്. മേൽ പറയപ്പെട്ട അവസ്ഥ സംജാതമായാൽ മനുഷ്യവിഭാഗങ്ങൾ അവരുടെ അതിക്രമത്താൽ നിന്നെ ആക്രമിച്ചിരിക്കുന്നു. നിന്റെ മരണത്താൽ അവരിലുണ്ടാകുന്ന പ്രയാസങ്ങൾ നിന്നെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു. സന്ധികൾ അവയുടെ സ്വഭാവത്തിൽ നിന്നും മാറിയിരിക്കുന്നു. നിന്റെ സമയത്തിൻ്റെ പ്രയാസത്താൽ ഹൃദയങ്ങൾ മൃദുലമായിരിക്കുന്നു. നിന്റെ വേർപാടടുത്തതിനാൽ സ്ത്രീകളുടെ മാറിടങ്ങൾ കീറപ്പെട്ടിരിക്കുന്നു. കൂടാരത്തിൽ താമസിപ്പിക്കപ്പെട്ട അനുസരണക്കേട് കാണിക്കുന്ന സ്ത്രീ പോലും യാത്ര പോകുന്നവളായി രംഗത്തിറങ്ങിയിരിക്കുന്നു. കാരണം നീയാകുന്ന സൂര്യൻ മണ്ണിൻ്റെ ഇരുളുകളിൽ അസ്തമിക്കാറായിട്ടുണ്ട്. അതിനാൽ ശ്രോതാക്കളെ, നിങ്ങൾ ഉണരണം. കാരണം ഈ അവസ്ഥയിൽ നിങ്ങളും എത്തിപ്പെടുന്നതാണ്. നെടുവീർപ്പിൻ്റെ തീ കൊണ്ട് ഉറച്ചു കിടക്കുന്ന കണ്ണീരുകളെ നിങ്ങൾ ഉരുക്കണം. ധാരാളം കരയണം. പെട്ടെന്ന് വരുന്ന യാത്രയ്ക്ക് വേണ്ടി ഭക്ഷണം ശേഖരിക്കലിനെ നിങ്ങൾ നന്നാക്കുക. അള്ളാഹുവിൽ നിന്നും മടക്കം ലഭിക്കാതെ ഒരു ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങൾ ഉത്തരം നൽകുക. ആ ദിവസം നിങ്ങൾക്ക് ഒരു അഭയകേന്ദ്രവുമില്ല, ഒരു നിഷേധവും നിങ്ങൾക്ക് ഫലവത്താവുകയുമില്ല. ഗുണപാഠങ്ങൾ മര്യാദ പഠിപ്പിച്ചവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏതൊരുവനെ സ്മരിച്ചാൽ ഹൃദയങ്ങൾ സമാധാനമടയുമോ അവൻ്റെ വചനം. ഹുവല്ലദീ ഖലഖകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ യുഖ്രിജുകും തിഫ്ലൻ സുമ്മ ലിതബ്ലുഗു അശുദ്ധകും സുമ്മ ലിതകൂനു ശുയൂഖ വമിൻകും മൻ യുതവഫാ മിൻ ഖബൽ വലിതബ്ലുഗു അജലൻ മുസമ്മ വലഅല്ലകും തഅഖിലൂൻ. അവനത്രേ നിങ്ങളെ മണ്ണിൽ നിന്നും, പിന്നെ ഇന്ദ്രിയ തുള്ളിയിൽ നിന്നും, പിന്നീട് രക്തപിണ്ഡത്തിൽ നിന്നുമായി സൃഷ്ടിച്ചവൻ. പിന്നീട് നിങ്ങളെ അവൻ ശിശുക്കളായി പുറത്തു വരുത്തുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ ശക്തി പ്രാപിക്കും വരേക്കും വളർത്തുന്നു. പിന്നെ നിങ്ങൾ വൃദ്ധന്മാരായി തീരും വരേക്കും അവശേഷിപ്പിക്കുന്നു. അതിനു മുമ്പേ കാലം തീർന്നു പോകുന്നവരും നിങ്ങളിലുണ്ട്. നിർണയിക്കപ്പെട്ട ഒരു അവധിയിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടതിനും നിങ്ങൾ മനസ്സിരുത്തുവാൻ വേണ്ടിയുമാകുന്നു. സൂറത്ത് ഗാഫിർ 67-ാം വചനം. അള്ളാഹു നന്മയെ നന്മയായി മനസ്സിലാക്കിക്കൊണ്ട് പരലോക യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.